നമ്മൾ വിളിക്കാൻ പോകുന്ന പശുവാണ്. നേരത്തെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അതിൽ ഞാൻ മൈക്ക് കണക്കില്ല. അപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഒരു വീടിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ നമുക്കത് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീടായിരിക്കും തോന്നി എനിക്ക്. ഞാൻ ഈ ഫ്രണ്ട് ഡോറിൻ്റെ കാണിച്ചില്ലായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു കണ്ടില്ലേ? ഈ വീഡിയോ ഇവിടെ കണ്ടിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും. ബാക്കി ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് പകുതിയൊക്കെ നിർബന്ധമുണ്ട്, കാരണം അമ്മാൻ എന്നെ കളിക്കാൻ വിളിക്കും. നമുക്കിവിടെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല ഗൈസ്, ലൈറ്റ് ആഡ് ചെയ്യാം. നമുക്ക് രാത്രിയാണെങ്കിൽ ലൈറ്റ് കിട്ടത്തില്ല. ഫോട്ടോസ് ഒന്നും ഇല്ലേ? അതാ ഈ ഒരു ഫോട്ടോ എടുക്കാം. നമുക്ക് ഈ പാർട്ടിനകത്ത് നമുക്കിത് ഈ ഫോട്ടോയും എടുക്കാം, ഈ ഒരു ഫോട്ടോയും എടുക്കാം. നമുക്ക് ലൈറ്റ് ഇത്തിരി സൈഡിലോട്ടുണ്ട്. നെക്ക് വേണ്ട ഗൈസ്, നമുക്ക് വേറെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഈ ടേബിൾ മാറ്റയോ ഈ കാർപ്പറ്റ് മാറ്റണം. ഈ ടേബിൾ മാറ്റി ഈ ടേബിൾ സൈഡിലോട്ട് വെക്കാം. അത് കഴിഞ്ഞ് എന്തായിരുന്നു, ഇവിടെ ഒരു ബബിൾ ഗം ഹൗസാണോ അവിടെ? ഏതൊരു നല്ല വലിയൊരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിപ്പോൾ ഈ കാർപ്പറ്റ് ഇവിടെ വെച്ചിട്ട് നമുക്കത് ടേബിൾ വയ്ക്കാം. പാത്രം വെക്കാനായിട്ട് ഇവിടെ നമുക്കിവിടെ എങ്ങനെ വിടാം ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ കിച്ചൺ ഉണ്ടാക്കാം. അയ്യോ സംഭവിച്ചോ? ഇവിടെ അവിടെ വന്നിട്ടുപോയി. ഒരു മിനിറ്റ്, ആ സാധനം ഒന്നും കൂടെ എടുക്കണമെന്ന് വരും പറയുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ എടുക്കണം. ലിവിങ്ങിലേക്ക് പോവാം. നമുക്ക് വേറെ ഉണ്ടോ നോക്കാം ഗൈസ്. വേറില്ല, ഇതൊന്നും എടുക്കത്തില്ല. വേറെ വിളിക്കുന്നു പോയത് എന്താണ് പറ്റത്തുമില്ല. വേറെ ഒന്നുമില്ല. വേറെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇതിൽ നോക്കാം. ഉണ്ടാക്കാം ഗൈസ്. നമുക്കിപ്പോൾ മോഡേൺ ഹൗസ് ഇത്തിരി ക്യൂട്ടാക്കാം ഗൈസ്. കിച്ചണിൽ അടുത്ത ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇവിടെ മറ്റേ സ്പൈസസ് ഒക്കെ വെക്കാം. നമുക്ക് കൈ കഴുകുന്നതിന് സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങോട്ട് വെക്കാം. ഇത് ഞാൻ വെച്ചില്ല, ചേട്ടാ ഫുഡ് കൊടുക്കാൻ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് സമയമൊക്കെ അറിയാം. അപ്പോൾ നമുക്കൊരു ക്ലോക്കൊക്കെ ചെയ്യാം. പിന്നെ ഫോട്ടോസിന് വേണ്ടി ഫോട്ടോ വെച്ചേക്കാം. പിന്നെ നമുക്ക് ഒരു കാർപ്പറ്റ് ലൈറ്റ് വേണോ? ഇതില്ലേ നമുക്കില്ലേ അപ്പുറത്തെ സൈഡിലോട്ട് ആക്കാം. ഈ മുട്ടയുടെ ഒരു ഇതും വേണം. നമ്മളെല്ലാം അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഒന്നും വേണമെന്നല്ലോ, നമുക്ക് താഴെ വെച്ചേക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റണം. നമുക്കിത് ഫോട്ടോയിങ് ഏരിയ ആക്കാം. ഇത് വേറെ അത് യുണീക്ക്. ഇത് ജെല്ലി പോപ്പിൻ്റെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇത്
ഒരു അക്സെപ്റ്റും ചെയ്തു. പിന്നെ ഇത് രണ്ടും പോയി. ഇതാണ് ഇഷ്ടമില്ലാത്ത കാര്യം. എനിക്ക് വേണ്ട ഗൈസ്. അയ്യോ അങ്ങോട്ട് ഇതാന്നൊക്കെ പുറകിലായിരിക്കണം. താത്തുകയും ചെയ്യും. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ പരിപാടി അയ്യോ ബൈ ബൈ. ഞാൻ അത് പോയി. അപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. ഈ ഫ്രിഡ്ജ് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഫ്രീ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാമല്ലോ. ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ എന്തോ ചെയ്യണ്ടേ? നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ ചെയ്യാം ഗൈസ്. നമുക്ക് ബെഡ്റൂം വേണം. പക്ഷേ ഇവിടെ ബാത്റൂമാണ്. ഇവിടെ ബെഡ്റൂം. ഹൗസസിൽ പോയിട്ട് നമുക്ക് എന്തായാലും മോഡേൺ ഹൗസിലത്തെ ഇവിടെ ബാത്റൂമിൽ നമുക്ക് ആദ്യം തന്നെ ഈ ബാത്റൂമോ പിന്നെ രണ്ടാമോ തന്നെ ഈ ബാത്റൂം. അപ്പോൾ നമുക്ക് ഷവർ മതിയില്ലേ? ഷവർ മതിയില്ലേ? അതാണെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കാം. ഇനി നമുക്കൊരു ബാത്തപ്പൊക്കെ കിടന്നൊക്കെ നമുക്കൊന്ന് കുളിക്കണം. ഇതൊക്കെ ഇവിടെ ഒന്ന് വെച്ചേക്കാം. ഇപ്പോൾ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നുണ്ടേ. അപ്പോൾ ഇതൊന്ന് വെച്ചേക്കാം ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് കൈ എഴുതേണ്ട ബാത്റൂമിലൊക്കെ പോയി നമുക്ക് ഇവിടെ ഒന്ന് വെച്ചേക്കാം. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ വന്നിട്ട് ഇതിപ്പോൾ സെറ്റായി. എനിക്കിവിടെ ഒരു മതിൽ പണിയാൻ ഞാൻ കുറേ നോക്കിയതാണ്. പക്ഷെ എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ ഈ അപ്ഡേറ്റ് ഇറങ്ങിയപ്പോഴാണ് എനിക്കെല്ലാം കിട്ടിയത് ഗൈസ്. ഇതിൽ നമുക്ക് പ്രൈവസി മതിയോ? ഇതൊക്കെ മതി. രണ്ടും വേണ്ട. എനിക്ക് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മതിയായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് ബെഡ്റൂമാണ് ഉണ്ടാക്കേണ്ടത് ഗൈസ്. നമുക്ക് ബെഡ്റൂം എത്രയും വേഗം ഉണ്ടാക്കാം. ഇപ്പോൾ ഇനി ഇവിടെ ക്യൂട്ടാക്കാം. ആദ്യം ബെഡ്റൂം ഇവിടെ കൊണ്ടുപോകും. എനിക്ക് പിന്നെ ഫ്രിഡ്ജ് ആദ്യം കാണാം. അപ്പോൾ ഇവിടെ കൊണ്ടുപോകാം. അലമാരി ഇതാ ഇവിടെ ഫോട്ടൊക്കെ വേണം. നമുക്കിവിടെ ഇവിടെ വെക്കാം. നമുക്ക് ഇത്തിരി ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാനൊരു സ്ഥലം നോക്കാം. അപ്പോൾ മേക്കപ്പ് ചെയ്യാനൊരു സ്ഥലം ഉണ്ടല്ലോ. ഇതൊന്നും എനിക്ക് വേണ്ട. മേക്കപ്പ് ചെയ്യാനുള്ള ഞാൻ ഒന്ന് എടുത്ത് തരാം ഗൈസ്. ഞാൻ എടുത്തൊന്നും നോക്കാം. അപ്പം നമുക്കിവിടെ ഒരു കസാര വേണം. ഇത് ബാത്റൂമിൻ്റെ അടുത്തുണ്ട്. ബാത്റൂമിൻ്റെ സ്മെല്ല് വന്നാൽ ഒന്നാമത്തെ നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. അല്ല വേണ്ട. നമുക്ക് ഈ സാധനം ഇവിടെ വെക്കാം. ഇവിടെ കൊണ്ടുപോകാം. ഈ രണ്ട് സാധനം ഇവിടെ കൊണ്ടുപോകാം. ഇതിവിടെ കൊണ്ടുവെക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു വയ്യാത്ത ആളാണെങ്കിൽ നമുക്കൊരു ചെയറൊക്കെ വേണ്ടി. അപ്പോൾ ചെയറൊക്കെ വേണമായതുകൊണ്ട് ഞാൻ ചെയർ എടുക്കുന്നത്. ബെഡ്റൂമിൽ എവിടെ ചെയർ ആളെ കാണാൻ വേണ്ടി ചെയറൊക്കെ വേണ്ടേ? ചെയറൊക്കെ വേണം ഗൈസ്. ഓക്കെ നമുക്ക് ഇനി ഒരു ബെഡ്റൂം കൂടെ എടുക്കാം. അപ്പോൾ കാണാം.
ഇല്ലെങ്കിൽ ഇതും കൂടെ ഒന്ന് വെച്ചേക്കാം. നമുക്ക് ഇത്തിരി സ്റ്റാർട്ടൊക്കെ ചേർക്കാം, ലൈറ്റ് പോലത്തെ എന്തായാലും. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പ് കോർണറാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെക്കാം, ഇവിടെ നമുക്ക് ഇത് വെക്കാം. പിന്നെ ഇത് ഇത്രയും ഇങ്ങോട്ട് ഇരിക്കട്ടെ, ഈ ടിഷ്യൂ ഇവിടെ ഇരിക്കട്ടെ, ടിഷ്യൂ ഇട്ട് ഈ സാധനം ടിഷ്യൂ അല്ല വേണ്ട, ടിഷ്യൂ ഇതാ ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു കണ്ണാടി വേണം ഗൈസ്. കണ്ണാടി ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ണാടി വേണം. ഈ സാധനം ഒന്ന് വാങ്ങിക്കാം, നമുക്ക് ഇവിടെ വെക്കാം കണ്ണാടി. ഓക്കെ, അടുത്ത് നമുക്കൊരു ചെയറും വേണം ഗൈസ്. മേക്കപ്പ് ചെയ്യാൻ നേരത്തെ ചെയറൊക്കെ വരും. ഇപ്പം നമുക്കില്ലേ ഇതൊക്കെ മതി. നമുക്കിനി വോളിൻ്റെ കളർ മാറ്റണ്ടേ, കളറൊക്കെ ആണ് മാറ്റാം. ഈ സാധനത്തിൻ്റെ കളർ മാറ്റാൻ പറ്റില്ല, ഇത് കവായി ആയിക്കോട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വാളാണ് വേണ്ടത്. മോഡേൺ ഹൗസാണ്, എന്നാലും ഇത്തിരി ഒരു കവായിയൊക്കെ വേണ്ടത്. എനിക്ക് കവായിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇതിൽ കളർ മാറ്റാൻ പറ്റത്തില്ല, കുഴപ്പമില്ല ഗൈസ്. വേറെ ഈ കളർ വെച്ച് എല്ലായിടത്തും പോവാം. ഈ ബോർഡിലൊന്നും കളർ മാറ്റാൻ പറ്റത്തില്ല ഗൈസ്, നമുക്ക് നിലത്തും ഭിത്തിയിൽ മാത്രമേ പറ്റത്തില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് താഴെ ഒന്ന് പോവാം. അല്ല, നമുക്കിത് ഇവിടെ കളർ മാറ്റാം. നമുക്ക് ഓരോ കളർ ഏതെങ്കിലും ഒന്ന് വെച്ച് പോവാം. പിങ്കായ മതി ഗൈസ്. എനിക്ക് പിന്നെ ഇഷ്ടമാണ്, എന്നാലും ഇതൊരു കവായിക്ക് സാധനം പോലെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആവട്ടെ ഗൈസ്, നിങ്ങൾ തന്നെ പറയാം. മേളിൽ ഞാൻ കുറേ സാധനം വെച്ച് കണ്ടില്ലായിരുന്നു. കയറി പോകാനായിട്ട് തന്നെ ഒരിതില്ലായിരുന്നു, ഒരു സ്പേസ് വേണം. അവിടെ നിങ്ങൾ എന്താ വെക്കട്ടെ എന്ന് വരാം. ഒരു മിനി ഗാർഡനോ ഒരു വേറെന്തെങ്കിലുമോ എന്തെങ്കിലും വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ചെടിയൊക്കെ വെക്കാം. എന്തായാലും പറഞ്ഞു ഗൈസ്, എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്, എന്തായാലും പറയാൻ നോക്കാം, എന്ത് വേണം. പക്ഷെ ഇതൊരു സ്ഥലം പോലെ കാണണം, അതാണ് എൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത്തിരി ചെടിയൊക്കെ ആഡ് ചെയ്യണം. ഇത്തിരി ചെടിയൊക്കെ ആഡ് ചെയ്താൽ കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലെയിനായിട്ട് കിടക്കാൻ പറ്റത്തില്ലല്ലോ. പ്ലെയിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്തിരി ഒരു വൃത്തികേട് പോലെ കാണും. ചെടിയില്ല, ചെടിയുണ്ട്, ചെടിയുണ്ട്. ഈ കുഞ്ഞു കേറ്റസൊക്കെ വളർത്താൻ നല്ല രസമായി. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു തൂക്കിയിട്ടിരിക്കുന്ന പ്ലാന്റാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നല്ല രസമാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. എത്ര വെള്ളം തോന്നുന്നു ഇതിൻ്റെ അകത്ത്. ഇവിടെ വേറെ ചെടിയൊന്നും ഇല്ല. ഇവിടുത്തെ ഞാൻ നോക്കിയതാ, നമുക്ക് ഇവിടുത്തെ ഒരു ചെടി, ഒരു മരം ഉണ്ടോ നോക്കിയിട്ട്. ഇതൊക്കെ മതി. അപ്പം നമുക്ക് നിർത്താം. നമ്മൾ ലൈറ്റൊക്കെ വെച്ചത് ഇത് വെളിച്ചം അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.